ഇവന് ഞാൻ വേറൊരു ഉപദേശം കൊടുത്തായിരുന്നു. അത് പറയണല്ലോ, ഇവന് ഇത്രയും പറയുമ്പോൾ ഇവന് ഉപദേശം കൊടുത്തു. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു റെമിനേഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അത് അങ്ങനെ നമ്മളാരും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് അങ്ങനെ ഇതൊരു ദൈവാനുഗ്രഹം കൂടിയാണ്. ഏതൊരു സിനിമേനെ പറ്റി എന്നോട് ചോദിച്ചപ്പോൾ ഇല്ല, അത് നീ പറഞ്ഞാണ് നീ അറിയിക്കുന്ന വേദനം, അത് അങ്ങനെ തന്നെ പഠിക്കണം ചോദിച്ചാൽ, അതല്ലെങ്കിൽ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാനത് തന്നെയാണല്ലോ ജോജി എന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ജോജി അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് എവിടെയാന്ന് പറഞ്ഞു അതിന്റെ കള്ളപ്പോക്കാൻ. ഇപ്പം ഞങ്ങൾ ജോജിയായിട്ട് ഇങ്ങനെ ഫസ്റ്റ് കണക്ട് ആയിട്ട് ഞങ്ങളിങ്ങനെ കുറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു ചേട്ടൻ. ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് വർത്താനം പറയുമ്പോൾ ഇവൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഉഗ്രൻ സിനിമയാണ് സത്യം. ഞാൻ പറഞ്ഞു ഇനി ഇവനെന്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് വന്നാൽ ഞാൻ നോക്കി ഇവൻ പെട്ടെന്ന് വലിയ നന്മയുടെ നിറകൂടും അങ്ങനെ. അത് വേണ്ട, ഇവൻ പെട്ടെന്ന് പാവങ്ങൾക്ക് നന്മ ഞാൻ ആഗ്രഹിച്ചൊരു ചെറുപ്പക്കാരനെ വഴി തെറ്റി പോകുന്നു. ഇതൊന്നുമല്ല നീ റിയൽ ലൈഫിൽ പറഞ്ഞത്, അതപ്പോൾ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞാൽ മതി. പ്രേമത്തിൽ വിനയ് ഫോർട്ട് ചെയ്ത ക്യാരക്ടറാണെന്നു എന്നെ വിളിച്ചാണ്. ഞാൻ ഈ യോവൻ ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിളിച്ചിട്ട് ഇതുപോലെ ഓഡിഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഓഡിഷൻ എനിക്ക് പറ്റില്ല കൂടെ. ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലാന്ന് പറഞ്ഞിട്ട്. ഈ ലുക്ക് കോസ്റ്റ്യൂം ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഐ ഇനി സെറ്റിലേക്ക് ഇറങ്ങണല്ലോ. അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ മെൻ്റലി ഓക്കെ ഫൈൻ, ആദ്യം ഞാൻ തന്നെ കംഫർട്ടബിൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് ഞാൻ ക്യാരൻ്റകത്ത് തന്നെ ഇരിക്കുക. നമ്മൾ ആലുവയിൽ ഇരുന്നപ്പോൾ ഞാൻ അവിടെയാണ് പ്രോപ്പർലി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരുന്നത്. ഇവരാരും ശ്രദ്ധിച്ചില്ല, ലൈക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നന്നായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങളത് മുഖത്ത് കാണിച്ചില്ല, നീ അറിഞ്ഞില്ല. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്ന മൂവിയാണ്. വെൽക്കം ചേട്ടാ, ആൻഡ് എല്ലാവരും വെൽക്കം. ആൻഡ് ലുക്മാൻ, മേഘ, പറയാം, അതിലേക്ക് വരാം. ഞാൻ ചോദിച്ചേട്ടാ, അപ്പോൾ എന്താണ് ഈ ഒരു പേര്? പിന്നെ ഓൾറെഡി നമ്മൾ അതിൻ്റെ ട്രെയിലർ കണ്ടു, പിന്നെ ചെമ്മൻചേട്ടൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്, പറയൂ. പേരെന്ന് പറയുമ്പോൾ ഇത് ഈ ഇപ്പം നമ്മൾ നാടുകളിലൊക്കെ ഇങ്ങനെ ഈ അമ്മമ്മമാരൊക്കെ പറയുമല്ലോ, കുട്ടികളൊക്കെ പേടിപ്പിക്കാനായിട്ട്, ചെറിയ കുട്ടികളൊക്കെ ഇപ്പം ഈ വേഗം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കോക്കാച്ചി വരും. അതിപ്പോൾ ഇപ്പം മലപ്പുറം പോലത്തെ സ്ഥലത്ത് ഇപ്പോൾ കാപ്പിരി വരുമെന്ന് അങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ ഉരുണ്ടച്ചക്കി, അങ്ങനെ പല നാടുകളിൽ അങ്ങനെ ബേസിക്കലി കോക്കാച്ചി അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ബൂഗിമാൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ അല്ലെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ പെങ്ങളുടെ കുട്ടിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചില്ല ഇപ്പോൾ അഞ്ചക്കള്ള കോക്കാൻ വന്ന് പിടിക്കുമെന്ന് പറയും. അത് ഈ കോക്കാൻ എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടി ഇതായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അങ്കമാലിയിൽ ഈ കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ബംബ്ലൂസ്. അപ്പോൾ ഇത് ഞാൻ പണ്ട് പോയിട്ട് സ്ഥലത്ത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുമായിരുന്നു. അവരൊക്കെ കമ്പിളി നാരങ്ങ, ഞങ്ങൾ ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അങ്കമാലിൽ ഒരാവശ്യമില്ലാത്ത ചില നീട്ടിലും ചില ചുരുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ളത്. എൻ്റെ പേഴ്സണലി അങ്ങനെയാണ് അഞ്ചക്കള്ള കോക്കാൻ എനിക്കറിയാവുന്നത്. ശരിയാ, നമ്മള് കുട്ടിക്കാലത്തെ കോക്കാച്ചി പിടിച്ചോണ്ട് പോകും, പെട്ടെന്ന് കഴിക്കും. ആ സ്കീം ഉണ്ടല്ലോ, അത് പല നാട്ടിലും പല രീതിയിലും. നമ്മുടെ അവിടെ അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്നത്. അതെ. ലുക്മാൻ, പറയൂ. ആൻഡ് ഇതിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പോലീസ് അതിൽ തന്നെ ആ ഒരു ഫോട്ടോ തന്നെ ഫേസ്ബുക്കിലും കുറേ വന്നിട്ട് ഇതൊരു വേറെ പരിപാടി ആയിരിക്കും ലുക്മാൻ്റെ എന്നുള്ളൊരു സംഭവം ലുക്മാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എന്താണ്, ഇതിൽ വേറെ പരിപാടിയാണ് എന്താന്നുള്ളത് മാർച്ച് 15 ശേഷം അറിയാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ കണ്ടെടുത്തോളം നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തവരെന്നുള്ള നിലയിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആളുകളുടെ മുന്നിലോട്ട് എത്താൻ. അപ്പോൾ ആ കോൺഫിഡൻ്റ് പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 15 ശേഷം അറിയാം. പക്ഷേ ക്യാരക്ടർ വൈസ് ഞാൻ അങ്ങനെ സ്ഥിരം ക്ലീശ ഡയലോഗാണ് ചെയ്തു വന്ന പരിപാടിയല്ല, ഒരു ഡിഫറെൻറ്റ് പരിപാടി ഉണ്ട്. അത് അങ്ങനെ തന്നെയാണ് അതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ആ ക്യാരക്ടറിനെ ഡയറക്ടർ. അപ്പോൾ നമ്മളതിലേക്ക് പ്ലേസ്ഡ് ആയെന്നുള്ളൂ. ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് റോളിന് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന അതെ, പിന്നെ ഇത് വരുന്നു. അതിന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണെന്ന് അല്ലേ? അതെ, ഡിഫറെന്റ് ആണ് അതെന്തായാലും. അത് ആ കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നുമില്ല, അത് എന്തായാലും ഡിഫറെന്റ് ആണ്. സിനിമ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും എല്ലാം പോലീസാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ വരുന്ന പോലീസുകാരനാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടായ അയാളൊരു ട്രാവലാണ് അയാളൊരു ഏരിയ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും പിന്നെ അത് അയാൾ അതിൽ ഇൻവോൾവ് ആവുന്നതും പിന്നെ അയാൾ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളുമാണ് സിനിമ
ഓക്കെ. പിന്നെ നോക്കുമ്പോൾ ഈ പോസ്റ്ററിൽ ഒരു വീഡിയോ ഒക്കെ വലിച്ച് ഇരിക്കുന്നു. മേഘ എന്താണ് 2014 ഐ തിങ്ക് ഒരു ജൂലൈ, ഇപ്പോൾ 2024, 10 years. ആ ടൈം ഈ ടൈം എന്താണ് പറയാനുള്ളത്? പറയൂ. ഐ ആം ഹാപ്പി ഡാ, ഫൈനലി വി ആർ ടുഗദർ. ഒരു ഇന്റർവ്യൂ ഒരുമിച്ച് വന്നൂടാ. അതെ, ഇവൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത് സെയിം സ്കൂളിലാണ്, യൂഫം സ്കൂളിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനും ശംഭു സെയിം ബാച്ച് ആയിരുന്നു. കറങ്ങാൻ പോകും ഇങ്ങനത്തെ ശംഭു ഒന്നല്ലായിരുന്നു, ഓഡിഷൻ ഒരുമിച്ച്. അതെ. ആൻഡ് ഫൈനലി ശംഭു വളർന്ന് ഇങ്ങനെയാവും നീ കരുതിയില്ലേ? അല്ല, അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു ഗോട്ടിയൊക്കെ. ഇതൊക്കെ അപ്പം ആ ടൈമിലൊക്കെ പറയായിരുന്നു, എടാ എനിക്ക് എന്തായാലും ഞാൻ ഒന്ന് സെറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ ഹൗ ഡു യു ഫീൽ? പോടാർന്ന് ഞാൻ അല്ലടാ, ഐ വാണ്ടഡ് ടു ബി ഇൻ സിനിമ ആൻഡ് ഐ എന്താ പറയാ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ഇസ് ചെമ്പൂസ്കി പ്രൊഡക്ഷൻസ്. നോ ഡൗട്ട് ഇൻ ദാറ്റ്. അത് ഭീമനായാലും മഞ്ചക്കള്ള കോക്കനായാലും വെരി വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. ഇതിനകത്ത് ചെയ്ത ക്യാരക്ടർ പദ്മിനി, നീ പറഞ്ഞ പോലെ വെടിയും ബീഡിയും ഒക്കെ ഉണ്ട്. ബാക്കി നമുക്ക് സിനിമ വരുമ്പോൾ കാണാം. 15-ാം തീയതി സിനിമ ഇറങ്ങുന്നുണ്ട്. ഇനി അറിയാതെ എങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നാമത് ചെമ്പച്ചേട്ടൻ ഇരിപ്പുണ്ട്. ചേട്ടാ എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെന്താണ് സംഭവം? ഇങ്ങനെ ഓരോ സിനിമകൾ കഴിയുന്നു, അങ്ങനെ അടുത്ത പടങ്ങൾ തുടങ്ങാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അഞ്ചക്കള്ള കോക്കാൻ ആദ്യം ചെമ്പച്ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഒന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്നും ഇതെന്താണെന്ന് ആ വീട് തന്നെ അറിയില്ല. പിന്നെ ആയിരിക്കും മനസ്സിലാക്കുന്നല്ലേ ഇവരൊക്കെ പറഞ്ഞിട്ട്. ചെമ്പച്ചേട്ടനാണ് ആദ്യം എന്നെ ഈ പടത്തിലേക്ക് ക്ഷണിക്കുന്നത്. പടം തുടങ്ങിയൊന്നും സത്യത്തിൽ മനസ്സിലായില്ല. ഒരു വ്യത്യസ്തമായ സാധനമാണ്, ഒരു പീരിയോഡിക്കൽ പരിപാടിയാണ്, അപാര മേക്കിംഗ് ആണ്. പിന്നെ ഒന്നും കാണാതെ ചാച്ചൻ ആറ്റിച്ചാടുകയല്ലോ. ആരാ പ്രൊഡ്യൂസർ? ചെമ്പച്ചേട്ടൻ. അത് പൊളിച്ചു. അത് പക്കാ മുണ്ടക്കയങ്കാരൻ രീതി തന്നെ പറഞ്ഞല്ലേ. അനിയനാന്ന് പറഞ്ഞ് ചെമ്പച്ചേട്ടൻ ചുമ്മാ ഒന്ന് കൈ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അനിയനൊരു പണം കൊടുത്തേക്കാം. അതെ, ഞാൻ വിചാരിക്കുന്നില്ല. ഈ നമ്മള് നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടി ലുക്മാന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച് ഈ പറയുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള വ്യക്തികളും കൂടെയാണ്. അപ്പോൾ നല്ല നല്ല ഭാഗങ്ങളാകുക. ഫോർ എക്സാമ്പിൾ നെല്ലുമാല വരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഒരു മൂവിയുടെ അതിലും ഒരു വൺ ഓഫ് ദ വെരി മെയിൻ പാർട്ടാകുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഷോൾഡർ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒരു ടെൻഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ഒരു മൂവി ലുക്മാൻ എന്ന് പറയുന്ന ഒരാൾ ആ മൂവിയുടെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ പരിപാടി എങ്ങനെയാണ്? കാരണം അതിൻ്റെ ഒരു ട്രാൻസിഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷൻ എന്നുള്ള രീതിയിൽ അതിനെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെയുള്ള മെയിൻ ക്യാരക്ടേഴ്സിലോട്ട് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത് ഭയങ്കര. പക്ഷെ അതിൻ്റെ ഒക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടലി സിനിമ നന്നാവുക, നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല ടീമിൻ്റെ ഭാഗമാവുക. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ചെമ്പോസ്കിയുടെ എനിക്ക് 2 സിനിമയിൽ തുടർച്ചയായിട്ട് അങ്ങനെ ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ സുലേഖ മന്ദിരാണെങ്കിലും ഈ സിനിമയാണെങ്കിലും. അപ്പോൾ ആ നല്ല മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏതൊരു ആക്ടറിൻ്റെ പോലെയും സന്തോഷം തരുന്നത്. അതൊരു ഭാഗ്യം കൂടിയാണ് അങ്ങനെ വന്നത്. അടിപൊളി. അതൊരു ഭാഗ്യത്തിൽ വീണ്ടും നല്ല പരിപാടികൾ. ചെമ്മച്ചേട്ടാ ഇതിൽ ഇപ്പം ചെമ്മച്ചേട്ടൻ്റെ ടീമാണ്, പ്ലസ് ബ്രദർ തന്നെയാണല്ലോ ഫിലിം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വേണം 2 ആസ്പെക്റ്റിൽ വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഒന്ന്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബ്രദർ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പരിപാടി വേണം. അതിലൊരു കറക്റ്റ് ഒരു ട്രസ്റ്റ് വന്നതിൻ്റെ ഒരു റീസൺ എങ്ങനെയായിരുന്നു? ട്രസ്റ്റ് വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പോൾ അങ്കമാലി ഡയറീസ് സിനിമ എക്സിക്യൂട്ട് ചെയ്തത് ഉല്ലാസം കൂടിയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുന്ന അത്രയും പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് ലിജോ ചെയ്തൊരു ഫിലിമിൻ്റെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയിലും പോയി നിന്നിട്ട് പിന്നെ അഭിനയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഞാനും ഉല്ലാസമായിട്ട് സിനിമകൾ ഇങ്ങനെ കണ്ട സിനിമകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഫിലിം മേക്കിങ്ങിനെ പറ്റിയില്ല. ഇപ്പം ഞാൻ എഴുതുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അങ്കമാലി ഉണ്ടായി, അപ്പോൾ അതിൽ അഭിനയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പാമ്പിച്ചി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം പിടിച്ചായിരുന്നു. അപ്പോൾ അത് ഒരു 2018 ഇവൻ പിടിക്കുന്നത്. പിന്നെ അത് കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവൻ ഓസ്ട്രേലിയയിലായതുകൊണ്ട് തിരിച്ചു വന്ന് ഡബ്ബിങ് അതൊക്കെ പൂർത്തിയാക്കിയിട്ട് 22 അവസാനം എന്താണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഞാൻ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. നമ്മളൊക്കെ അവൻ ഇങ്ങനെ ഒരു പരിപാടി പിടിക്കുമായിരിക്കും, ഇങ്ങനെ പിടിക്കുമായിരിക്കും. ഞാൻ അതിൻ്റെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരിട്ട്, ഷൂട്ടോ അങ്ങനെയൊന്നും. പക്ഷെ അത് അതിൻ്റെ ട്രെയിലറായിട്ട് തന്നെ എന്നെ കാണിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അത് ഇത് ഫുൾ ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോഴും
എനിക്കത് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പിന്നെ അവരത് എത്ര രൂപയ്ക്കാണ് പിടിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ അങ്ങനെ ക്വാളിറ്റിയുള്ളൊരു സൗണ്ടും ഇതിലൊക്കെ ഒരു വിഷ്വൽ ക്വാളിറ്റിയൊക്കെ അവനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫീച്ചർ ഫിലിം എന്ന നിലയ്ക്ക് അവനത് കുറേ കൂടി നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. കാരണം 2.5 മണിക്കൂർ കിട്ടുമ്പോൾ ഒരു നല്ല കഥ കിട്ടി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എൻ്റെ മാത്രമല്ല, എൻ്റെ എന്താ പറയുക കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരുടെയും കൂടി എനിക്ക് വിശ്വസിച്ചിട്ട് മാത്രമല്ല ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അനീന എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും അല്ല പിന്നെ അവരുടെയും കൂടി പൈസ വരുന്നില്ല, നമുക്ക് റിസ്ക് കുറയുന്നവരായിട്ട് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിശ്വസിക്കുകയാണ് പ്രോഡക്റ്റിൽ നന്നാവും. അപ്പോൾ അത് അവരോട് പറഞ്ഞപ്പോൾ അവർക്കും ഇതിനു മുമ്പ് ഉല്ലാസ് ചെയ്തിന് വർക്ക് എന്താണെന്ന് വെച്ചാൽ ഉല്ലാസ് ഇപ്പോൾ അംഗമാവേരസിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റ് ഒന്നും ആയിരുന്നില്ല, അത് എക്സിക്യൂട്ട് ചെയ്തതിൽ ഒരാളെന്നല്ല ഉല്ലാസാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം അതല്ലാതെ ഉല്ലാസിന് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഈ ഷോർട്ട് ഫിലിം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെക്കാനുള്ളൊരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു അവനത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളത്. അപ്പം പിന്നെ എന്താ പറയുക, ടോട്ടലി അവനിൽ വിശ്വസിച്ച് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഇത്രയും കാലമുള്ളൊരു പരിചയം വെച്ചിട്ട് നമുക്ക് കൂടി ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഉല്ലാസിൻ്റെ ടീമുമാണ് അത് എക്സിക്യൂട്ട് ചെയ്തതും ഇവിടം വരെ എത്തിക്കുന്നതും എൻറ്റയർലി അവരുടെ അല്ലെങ്കിൽ ഉല്ലാസിൻ്റെ ഡിസിഷനാണ്. അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ബേസിക്കലി പാമ്പിച്ചിയാണ് ആ ഒരു വിശ്വാസം തന്നത്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ നോക്കുവാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് എന്ന് പറയാം. തീർച്ചയായും അതൊരു ഞങ്ങളൊരു അപ്ലോസ് തരുവാണ് ഫോർ ദ ഡയറക്ടർ. തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. അതെ. അതുപോലെ ഇപ്പം ചേട്ടാ ദിലീഷ് ചേട്ടനൊക്കെ ആയിട്ട് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ആ ഒരു പരിചയമുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സിനിമയ്ക്ക് വേണ്ടി കുറേ എഫേർട്ട് കുറേ നാളുകൾക്ക് ശേഷം സിനിമ സംഭവിക്കുന്നു. ആൻഡ് ഇപ്പോഴും നല്ല ഇപ്പം ലുക്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇറങ്ങുന്ന മൂവി ആണെങ്കിൽ അതിൽ വളരെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു ഇയർലി നോക്കുവാണെങ്കിലും നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ജോജി കഴിഞ്ഞാണെങ്കിലും ഒരുപാട് സിനിമകൾ വന്നാൽ അതിൽ ഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ടോ, അതോ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം? ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, എടുക്കാതെ എന്തുകൊണ്ടോ അത് പോവുകയും നല്ല സിനിമകൾ കയറി വരികയും ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതെ ചെമ്മൻചേട്ടനെ പോലുള്ള ചിലരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണോ എന്തോ. ഇപ്പം ചെമ്മൻചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ചട്ടമ്പി എന്ന് പറയുന്ന മൂവിയിലാണ്. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു, പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ പോകുന്ന ഒരു തട്ടുകടയിലോട്ടാണ്. പെട്ടെന്ന് സെറ്റാവുന്നൊരു ആളാന്ന് മനസ്സിലായി. അതെ. പിന്നെ നമ്മൾ സിനിമയുടെ രഹസ്യമായ ഉപദേശങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അല്ല ഇത് കേക്കാലോ, രസമുണ്ടല്ലോ. അതെ രസമുണ്ടോ. പിന്നെ ഇവന് ഞാൻ വേറൊരു ഉപദേശം കൊടുത്തായിരുന്നു. അത് പറയണല്ലോ, ഇപ്പൊ ഇവന് ഇത്രയും പറയുമ്പോൾ ഇവനെ ഒരു ഉപദേശം കൊടുത്തു. അപ്പൊ ഇങ്ങനെ എന്തിങ്ങനെ ഒരു റെമിനേഷൻ ഒക്കെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു അല്ലേ അത് അങ്ങനെ നമ്മളാരും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് അങ്ങനെ ഇതൊരു ദൈവാനുഗ്രഹം കൂടിയാണ്. എല്ലാവർക്കും വന്നിട്ട് അങ്ങനെ പെട്ടെന്നൊന്ന് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്ത് പോകാൻ പറ്റില്ല, അത് അങ്ങനെ ഈസി ഒരു പ്രോസസ് അല്ല. അപ്പോൾ ജോജിക്ക് അറിയാം, അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല സിനിമകളുടെ ഭാഗമായ ആളാണ്. അപ്പോൾ ഏതൊരു സിനിമേനെ പറ്റി എന്നോട് ചോദിച്ചപ്പോൾ ഇല്ല അത് നീ പറഞ്ഞാണ് നീ അറിയിക്കുന്ന വേദനം, അത് അങ്ങനെ തന്നെ പഠിക്കണം ചോദിച്ചാൽ, അതല്ലെങ്കിൽ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പം ഞാനത് തന്നെയാണല്ലോ ജോജി എന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ജോജി അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് എവിടെയാണെന്ന് പറയുമ്പോൾ അഞ്ചക്കള്ള പോകാൻ സീരിയസ്ലി അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഷൂട്ടിന് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ജോജി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചെമ്മചേട്ടാ പറഞ്ഞത് അടിപൊളി, ഞാൻ ഇത് ഇവിടെ തന്നെ കറക്റ്റ് അപ്ലൈ ചെയ്യുന്നൊക്കെ. അപ്പം ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സീത്തിന് വിളിച്ചു, സീത്ത് ജോജി നീ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ചെമ്മചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അനുസരണ ഇല്ലാതെ ശിഷ്യനാകാൻ പാടില്ല. എന്നിട്ട് ചോദിച്ചപ്പോ അല്ല വേണമെന്നില്ല. എന്നിട്ട് ചോദിച്ചു അല്ല ചെമ്പചേട്ടനല്ലേ അല്ല എനിക്കെല്ലാം മിണ്ടാൻ പറ്റുമോ? അപ്പൊ ഞാനാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഒരാൾ വന്നിട്ട് ഇപ്പൊ ജോജിനെ പോലെ ഒരു ഇപ്പൊ എന്താ പറയാ അങ്ങനത്തെ സിനിമകളിൽ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇതായിട്ട് കാണുമ്പോൾ നമ്മളും ആ ഒരു വില സ്റ്റൈലിലെന്ന് പറഞ്ഞാൽ അപ്പൊ നീ ജോജി എന്നോ നമ്മൾ വില അങ്ങനെയാണ് ആര് വിളിച്ചാലും ആരായിക്കോട്ടെ. ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയണം, ഇനിയിപ്പോ നാളെ ഞാൻ വിളിച്ചാൽ പോലും അതിട്ടുണ്ടാവില്ല, ഞാനതിടും. വേറെ സാധനം വേണ്ടി ഞാൻ പറയും, ഞാൻ വിളിച്ചാൽ പോലും നോ കോംപ്രമൈസ് എന്നുള്ളത്. നമ്മളെന്നെ വിളിച്ചു ഇല്ലാസൊന്നുമില്ല, അത് ചോദിച്ചേട്ടൻ അത് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഞാൻ ഈ ഭീഷണി ഓർക്കൊന്നുമില്ല. പിന്നെ അവിടെ എന്നെ പ്രത്യേക കെട്ടിപ്പിടുത്തവും ചേട്ടാ അതൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു ചമ്മല്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞത് കൊണ്ട് എന്താണല്ലേ കഴിഞ്ഞേക്ക് പോകായിരുന്നു. എന്നിട്ട് ഹാപ്പി ആണല്ലോ. ഓക്കെ. ഇപ്പം
അങ്ങനെ ഒരു അഡ്വൈസ് അല്ലെ ഒരു ടിപ്പ് തന്നു പറഞ്ഞല്ലോ, അത് അഡ്വൈസ് ഒന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. കാരണം സിനിമയിൽ നമ്മൾ ഓരോ സിനിമ അങ്ങനെ മേഘയ്ക്ക് കിട്ടിയ ഒരു ടിപ്പ് എന്തായിരിക്കും? എൻ്റെ അഞ്ചക്കള കോക്കൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫോമൻസ് ലൈക്ക് ഞാനും ചെമ്പട്ടുള്ള സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ പെർഫോം ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് മോണിറ്ററിൽ പോയിട്ട് ഇങ്ങനെ നോക്കും, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരും. രണ്ടാമത്തെ ടേക്ക് എടുക്കുമ്പോൾ ഞാൻ വീണ്ടും പോകുന്നു, നോക്കി തിരിച്ചു വരും. അപ്പോൾ ചെമ്പേട്ടൻ നീ എന്താണ് ബാക്ക് ടു ബാക്ക് മോണിറ്റർ അങ്ങോട്ട് പോകുന്നത്? ഞാൻ ലൈക്ക് അല്ല എന്താ നടക്കുന്നത്. ചെമ്പേട്ടൻ ലൈക്ക് റിമെമ്പർ ഹിയർ, നീ ചെയ്ത ആക്ടിവിറ്റീസ് നീ ഓർത്ത് വെക്കുക. അത് എനിക്ക് ലൈക്ക് ഐ ടുക്ക് ഇറ്റ് വെരി അതെനിക്കൊരു നല്ലൊരു നോക്കാതെ നമ്മൾ മൈൻഡിൽ വെച്ച് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ഓർത്ത് ചെയ്യുക. പക്ഷേ കുറെ പ്രോജക്ട്സ് ചെയ്തപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് ചെയ്യാറുണ്ട്, ലൈക്ക് നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് ദെൻ ചെമ്പേട്ടൻ സെറ്റ് അത് കഴിഞ്ഞിട്ടാണ് ലിറ്ററലി ഓരോരോ ആക്ടിവിറ്റീസ് സീനിൽ നമ്മൾ ചെയ്യുമ്പോൾ എനിക്കത് ബെസ്റ്റ് പാർട്ട് ഇസ് നെക്സ്റ്റ് ഡേ നമ്മൾ ടേക്ക് ചെയ്യുമ്പോൾ യു കെൻ ഇംപ്രൂവൈസ് ഈവൻ മോർ. അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടും. ലൈക്ക് അത് അതിൻ്റെ അടുത്തും കിട്ടും. പക്ഷെ വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് ദിസ് ഇസ് എ ബെറ്റർ വേ ടു പെർഫോം. നമ്മൾ ചെയ്ത ആക്ടിവിറ്റി അത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല. ഞാൻ ബേസിക്കലി ഈ മോണിറ്ററിന്റെ ബാക്കിൽ ഇപ്പം നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി നോക്കൂല. അതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ പണ്ട് ആദ്യമൊക്കെ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ നമുക്ക് എപ്പോൾ നോക്കിയാലും നമുക്കത് സാറ്റിസ്ഫൈ ആവില്ല, എനിക്കും ആവാറില്ല. അത് വേണേൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ അത് ഓക്കെ എന്ന് പറയാൻ അവിടെ ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ ഓക്കെ എന്ന് പറയുന്നത് 100% ഓക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ അങ്ങനത്തെ ഡയറക്ടർ ഒരിക്കലും വെറുതെ ഒരു ചെമ്പനാണല്ലോ ഓക്കെ പറഞ്ഞേക്കാം അങ്ങനെയൊന്നുമല്ല. അവർ അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ എന്ന് പറയുന്ന വിശ്വാസമുള്ള ഡയറക്ടർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഇത് ചെയ്യാന്നുള്ളതാണ്. നമുക്കെപ്പോഴും എനിക്കെപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിതിൽ കണ്ടു കഴിയുമ്പോൾ വേണമെങ്കിൽ അത് ആ കൈ ഒന്ന് അങ്ങനെ പിടിക്കായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നിപ്പോൾ കുറച്ചുകൂടി മുഖം തിരിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായി, അങ്ങനെ പലതും തോന്നുന്നു പേഴ്സണലി നമുക്ക് തോന്നും. പിന്നെ ഞാനത് ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ ഞാൻ ആ പരിപാടിയും വിട്ടിട്ട് പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ ആകെ ഞാൻ ഈ എന്താ പറയുക, എനിക്കിപ്പോഴും ഈ ലെൻസും അതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഈ ടോട്ടൽ ഫ്രെയിം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഞാനൊന്ന് പോയി നോക്കുന്നല്ലാതെ ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്ത് അത് റീടേക്ക് എടുക്കുമ്പോൾ വീണ്ടും കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പോയി നോക്കുമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ ഓർത്തിരുന്നാൽ അതൊരു എക്സസൈസും കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ ഷോട്ടൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ വരില്ല. അത്രയും ടെക്നോളജി കൂടുതൽ വരുമ്പോൾ അരമണിക്കൂറൊക്കെ സിംഗിൾ ഷോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതൊന്നും ഈ പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്കിത് തലയിൽ നിന്ന് തന്നെ വെക്കേണ്ടി വരും, എവിടെ എന്ത് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതിനിപ്പോഴേ ഇതൊരു എക്സസൈസ് ആയിട്ട്, കാരണം മേഘയുടെ ഒരു ഇതനുസരിച്ച് മേഘ എന്തായാലും ഇനിയും ഒരുപാട് ദൂരം മുകളിലോട്ടും ഫ്രണ്ടിലേക്ക് പോകേണ്ട ആളാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന പറഞ്ഞു കൊടുക്കാന്നുള്ളത്. അതുപോലെ ഇപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം യുവചേട്ടൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഹാരിസ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു പോയിന്റിൽ നമ്മുടെ ഏറ്റവും നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. എനിക്കൊന്ന് ആ ടൈമിൽ നിങ്ങൾ ബുക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ ട്രെയിനിൽ, അല്ലേ? അത് നിങ്ങളുടെ ആ രണ്ട് ഫ്രണ്ട്സ് ഹാരിസും ഹരിയോ? അല്ല, എനിക്ക് ശരിക്കും അത് എഴുതണമെന്നും കഥയാക്കണം സിനിമയാക്കണം ആഗ്രഹമുള്ളതാണ്. പുള്ളിയുടെ കഥ, പുള്ളിയുടെ റിയൽ ലൈഫ് കഥ അടിപൊളിയാണ്. അതൊരു ഭയങ്കര ഒരു പുള്ളി ബെന്യാമിൻ ചേട്ടൻ്റെ ഒക്കെ അടുത്ത സുഹൃത്താണ്. ചെറിയ ആളല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, പുള്ളി അങ്ങനെയുള്ള ആൾക്കാർക്കിട്ട് വളരെ പണ്ടേ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കും. എന്നാൽ ഈ പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ജോജിയായിട്ട് ഇങ്ങനെ ഫസ്റ്റ് കണക്ട് ആയിട്ട് ഞങ്ങളിങ്ങനെ കുറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു ചേട്ടൻ. ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് വർത്താനം പറയുമ്പോൾ ഇവൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഉഗ്രൻ സിനിമയാണ് സത്യം. ഞാൻ പറഞ്ഞു പിന്നെ ഇവനെന്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് വന്നാൽ ഞാൻ നോക്കി ഇവൻ പെട്ടെന്ന് വലിയ നന്മയുടെ നിറകൂടോ അങ്ങനെ അത് വേണ്ട. ഇത് പെട്ടെന്ന് പാവങ്ങൾക്ക് നന്മ ഞാൻ ആഗ്രഹിച്ചൊരു ചെറുപ്പക്കാരനെ വഴി തെറ്റി പോകുന്നു. ഇതൊന്നുമല്ല നീ റിയൽ ലൈഫിൽ പറഞ്ഞത്, അതപ്പോൾ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എവിടെ വേണമെങ്കിലും അടിച്ചു പൊളിക്കാം. ഉണ്ടാക്കിയത് ചെന്നാൽ ഒരു കാര്യം ഉറപ്പായി, ചെമ്മച്ചൻ്റെ പടം ഉണ്ടാക്കിയാലും ക്യാരക്ടറിന് എൻ്റെ പേര് ഇടത്തില്ല, കാരണം വന്നുപോയി. അത് ഓൾറെഡി ഇനിയിപ്പോൾ പറ്റത്തില്ലല്ലോ. പക്ഷെ ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ പറഞ്ഞില്ലേ, ചേട്ടനെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധവുമില്ല. ജോജിയിലെ ക്യാരക്ടറുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു അന്തരീക്ഷം, അതാണ് കുടുംബ പശ്ചാത്തലം അങ്ങനെയാണെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം ശ്യാമേട്ടൻ്റെ വിഭാവനങ്ങളാണല്ലോ. ആ ദിലീഷ് ചേട്ടനായിട്ട് അത്ര ആ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്തു. എനിക്കൊന്ന് സ്ഥലം ആക്ച്വലി വീടുണ്ടോയെന്ന് അന്വേഷിച്ചല്ലേ ഫസ്റ്റ് വിളിച്ചത്? ആ ഒരു ഏതൊരു വീട്. അതെ, നമ്മൾ ഓരോ പടത്തിൽ പോകുമ്പോൾ ഇപ്പം ഞാൻ 15 പടമായി. അപ്പോൾ നമുക്ക് ചില ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിരിക്കും. എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു ഈ കോക്കാനിലും അനുഭവപ്പെട്ടത്. കാരണം അത് പ്രത്യേകിച്ച് പുതിയ ആൾക്കാരുടെ സെറ്റിലാണ് ചെല്ലുമ്പോൾ ആ ഒരു അങ്ങനെ വർക്ക്, അപ്പോൾ നമുക്ക് അഭിനയിക്കാനും നമ്മളൊക്കെ
ചെറിയ ആൾക്കാർ, തുടക്കക്കാരല്ലേ. അപ്പോൾ അങ്ങനെ അഭിനയിപ്പിച്ച് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിലാണ് നീ റെമനേഷൻ പറയുമ്പോ തുടക്കക്കാരന്റെ ഞാൻ പോണോ ഇല്ല. കൊല്ല്. അവിടം വരെ ഓക്കെ ആയിരുന്നു. അവിടെ തുടങ്ങരുത്. ഈ അതെ. അതല്ലേ പറഞ്ഞത്. ഇതാണ് ഈ ഉണ്ടക്കായന്റെ പ്രശ്നം. അങ്ങനെയാണ് പോയി നമ്മളിനി ആ ഡയലോഗ് തുടക്കക്കാരൻ ഇടുന്ന കാര്യമില്ല, നമുക്കതൊക്കെ അറിയാലോ. വീണ്ടും എളിമയിലേക്ക് വിനയനാകുമ്പോ വേണ്ട. ഡിപ്ലോമാറ്റിക് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. പക്ഷേ അല്ലേ എന്നാ അറിയോ, നിങ്ങളെ പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ കോക്കാൽ കൊണ്ട് എത്തിക്കണമല്ലോ. ഇങ്ങനെ ജോലി നേരത്തെ അവിടെ ഭക്ഷണം കഴിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ. മറ്റേ പടത്തിൽ ഞാൻ ഇത്ര എണ്ണം മേടിക്കണേ, പിന്നെ ഇതിൽ അവരത് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞു. ചേട്ടനെന്ന് പറഞ്ഞ പോലെ രണ്ടുപേര് അതിന്റെ ജോലി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മേടിക്കുന്നത് എത്രയാണ് എന്നുള്ളത്. അപ്പൊ എന്റെ തലയിലേക്ക് ഇനി എങ്ങാനും ഒരു പടത്തിലേക്ക് വിളിച്ചു കഴിയുമ്പോ ഞാൻ ഇത്രയൊക്കെ മേടിക്കും. അന്ന് ചേട്ടൻ അറിയാമല്ലോ ചേട്ടാ, അന്ന് ഞാൻ അത്ര മേടിക്കും. അത് നൈസായിട്ടൊക്കെ പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ല അയ്യോ അങ്ങനെയൊന്നും നമ്മളോട് ചെയ്തില്ല. ഞാനതൊരു ഫണ്ടിന് വേണ്ടി പറഞ്ഞാണ്. പക്ഷെ ഫസ്റ്റ് പൈസ എന്റെ ഉപദേശം എന്റെ പടത്തിൽ തന്നെയാണ് സ്വീകരിച്ചത്. അത് നടന്നാണ്. അപ്പൊ പിന്നെ ഓക്കെ അത് നടന്നാണ്. അത് ഞാൻ ചോദിച്ചത് പറഞ്ഞു. ഇതിൽ ചമച്ചേട്ടൻ്റെ ലുക്കാണെങ്കിലും അതും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പരിപാടി, ഫുൾ മുട്ടയൊക്കെ അടിച്ച് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവമാണ്. അതും അതെന്താണെന്ന് വെച്ചാൽ ഇല്ല, അത് എനിക്കിങ്ങനെ ഇപ്പോൾ ഉല്ലാസ് ബ്രദർ എന്നുള്ളൊരിതും പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ലുക്കിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ വന്നില്ല, മുട്ടയടിച്ച് ക്ലീൻ ചെയ്യാനായിട്ടൊന്നും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അത് പറ്റുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അത് രണ്ട് മുട്ടടിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ സമയത്ത് വേറെ ഫിലിംസ് ഒന്നും പാരലിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല, നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിലേക്ക് വന്നതാണ്. ഓക്കെ. പിന്നെ അത് വന്നപ്പോൾ നന്നായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മേഘയുടെ ലുക്കും ഇതിലും കംപ്ലീറ്റ്ലി ഒരു നമ്മുടെ ഒരു റിയൽ ഇത് വെച്ച് നോക്കുമ്പോൾ എൻറ്റയർ ഉൾട്ട പരിപാടിയാണ്. വരവ് അടോട് തുറന്ന് വരുന്നതും കൂടുതൽ നമുക്ക് സിനിമ കാണണം. എന്നാലും ഇതിൽ ഈ ലുക്ക് പറഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഈ ലുക്ക് കോസ്റ്റ്യൂം ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഐ ഇനി സെറ്റിലേക്ക് ഇറങ്ങണല്ലോ. അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ മെൻ്റലി യൂസിലേക്ക് ഓക്കെ ഫൈൻ. ആദ്യം ഞാൻ തന്നെ കംഫർട്ടബിൾ ആണ്, ഞാൻ തന്നെ കംഫർട്ടബിൾ. കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് ഞാൻ ക്യാരൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. പുറത്തിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഒരു 2 മിനിറ്റ് എൻ്റെ നമ്മൾ മറ്റേ ഇവരല്ല, ഞാൻ ആദ്യം ലുക്കു ചെമ്പേട്ടി പിന്നെ മെറിൻ ഉണ്ട് ഇതിനകത്ത് സിനിമയിൽ, മെറിൻ ഫിലിപ്പ്. ഇവർ നമ്മൾ 4 പേര് ഇരുന്നപ്പോൾ ഞാൻ അവിടെയാണ് പ്രോപ്പർലി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരുന്നത്. ഇവരാരും ശ്രദ്ധിച്ചില്ല ലൈക്ക് അങ്ങനെ. അതോടെ എൻ്റെ ആ സംഭവം തീർന്നു. ഞാൻ അപ്പോഴത്തേക്ക് സെറ്റിൽ പോയി. പിന്നെ ഇറ്റ് വാസ് ഓൾസോ ഇല്ല അത്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല. എസ്റ്റേറ്റ് നോ ചാൻസ്. അതുകൊണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. നന്നായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ഞങ്ങളത് മുഖത്ത് കാണിച്ചില്ല, നീ അറിഞ്ഞില്ല. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും ഫസ്റ്റ് ഈ സിനിമയിലോട്ട് വരുന്ന ടൈമിൽ വീട്ടിലാണെങ്കിൽ സിനിമയോ ജോബ് മന്ത്ലി ഒരു ഇൻകം വേണം, ആ പരിപാടിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അതില് ഈവൻ ഉമ്മച്ചയൊക്കെ ആയിട്ട് അതിൽ നോക്കുമ്പോൾ ഇപ്പൊ ആണെങ്കിൽ അതില് ആ കാര്യത്തിൽ ഹാപ്പി അല്ലേ? അവര് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ ദ സെൻസ് അങ്ങനെ സിനിമ ഒന്നുമില്ല. ഇപ്പൊ ഉമ്മച്ച കുടിച്ചിട്ട് ഏതാ പടം, എവിടെ, ഏത് ലൊക്കേഷനില്ല, ഒന്ന് നൈറ്റ് ഷൂട്ടാണെന്നൊക്കെ ചോദിക്കും. അത് ഭയങ്കര അത് ഭയങ്കര ഓക്കെ ആയി അവര് അത് അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ല നാട്ടിലാണെങ്കിലും നോക്കുമ്പോ അപ്പൊ അല്ല ഇത് മറ്റേ പടത്തിൽ മറ്റേ ലുക്കല്ലേ എന്നൊക്കെ ഇതെല്ലാം കൂടി അങ്ങനെ അപ്പൊ പക്ഷെ നാട്ടിലൊക്കെ അങ്ങനെ അവരങ്ങനെ ഓക്കെ ആയല്ലായിരുന്നു. തുടക്കത്തിലെ ഈവൻ സിനിമയ്ക്കാന്നുള്ളൊരു ചിന്ത മാറി. ജോജേട്ടൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഓഡിഷൻ അല്ലെങ്കിൽ ചെയ്ത് അയക്കാമോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല, അത് പേടിയാന്ന് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ്. ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ഇന്നും സിനിമയിൽ കയറുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്, മനസ്സിലാകാതെ എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് പ്രേമത്തില് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിനയ് ഫോർട്ട് ചെയ്ത ക്യാരക്ടറാണ് തോന്നുന്നു. എന്നെ വിളിച്ചാണ്, ഞാൻ ഈ യോഗൻ്റെ പുസ്തകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ പക്ഷേ അവർ വിളിച്ചിട്ട് ഇതുപോലെ ഇത് വേണമെന്ന് പറഞ്ഞു, മറ്റേ ഓഡിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസോസിയേറ്റാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഓഡിഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസും ഇല്ല, ഓഡിഷൻ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓഡിഷൻ എനിക്ക് പറ്റില്ല കൂടെ. അപ്പോൾ അവർക്കാണെങ്കിൽ അവരങ്ങനെ ഡിസൈൻ ചെയ്ത് ഫിലിം ആയതുകൊണ്ട് അതില്ലാതെ ഓഡിഷൻ ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ സ്ക്രീൻ ടെസ്റ്റ് പോലെ. ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഓഡിഷൻ നമുക്ക് ഇപ്പോഴും നമ്മളങ്ങനെ ഓഡിഷൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് നമുക്കൊരു സ്പോട്ട്.
അത് അറിയില്ല എന്തോ എനിക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്. എനിക്കത് പ്രശ്നമുണ്ട്. എല്ലാവർക്കും നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അത് വെറുതെ നമുക്കിപ്പോൾ സുഹൃത്തുക്കളുടെ മുമ്പിലൊക്കെ എന്നിട്ട് നമ്മളൊരു സീൻ പറയാനോ ഒരു കഥ പറയുമ്പോഴൊക്കെ നമ്മൾ ഫുൾ അങ്ങനെ ആക്ട് ചെയ്ത് പറയുമല്ലോ. പക്ഷേ ഓഡിഷന് അത് എന്തോ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ അതിനൊരു ടെൻഷൻ ഓൾറെഡി കാണും. പുതിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഫ്രണ്ട്സിനിടെ കാണിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത് മൈൻഡിലുണ്ട്. ശരിയാവില്ല ആ ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സിനിമ അത് തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ ഇഷ്ടംപോലെ ഓഡിഷൻസിന് പങ്കെടുത്ത ഒരു ദിവസം തന്നെ 3 ഏതാ സിനിമ എന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തുണ്ടെന്ന് അറിയുന്നു, അവർക്ക് ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഓഡിഷന് പിന്നെ ആ ഒരു ട്രാക്കിലോട്ട് എത്തിയ നമ്മളിതൊരു ജോലി മെക്കാനിക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മൂഡിലാണ് ചെന്ന് നിൽക്കുക, എന്ത് ചെയ്യാനും റെഡി ആയിട്ട്. പക്ഷേ ഇതിലേറ്റവും വലിയ കാര്യം വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ അങ്കമാലിയിലെ അപ്പാനി രവി അല്ലെങ്കിൽ അതിലെ യൂക്ലാംബ് രാജൻ, അപ്പോൾ ഇവരൊക്കെ അത് ഇവരുടെ ഓഡിഷൻ്റെ ഫസ്റ്റ് നമ്മൾ കുറേ ഒരു 10-30-40 പേരുടെ ഇങ്ങനെ ഓഡിഷൻസ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യൂക്ലാംബ് രാജനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമുക്ക് ഇവന് അടിപൊളിയാണ്. അപ്പോൾ അവരും സെലക്ട് ചെയ്താണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു അടിപൊളിയുണ്ട് മാറ്റി വയ്ക്കുക. അതുപോലെ അപ്പാനി രവി ഉണ്ട് പറഞ്ഞു. വളരെ പെട്ടെന്ന് അവർ ഓഡിഷനിൽ നിന്ന് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിളിച്ചു വന്ന് അതിന് കുറേ കഴിഞ്ഞാണ് ഇവരെ നേരിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോൾ എന്താണ് നേരിട്ട് കാണുന്നത്. അപ്പം ഓഡിഷനിൽ അങ്ങനത്തെ വണ്ടർലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും നമ്മൾ ഓഡിഷന് വഴിയാണ് എടുത്തത്. പക്ഷേ എന്താ പറയുക, അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് അവർ ചെയ്ത പോലെ നമുക്ക് ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രോസസ്സിൽ അത് എന്തോ. അപ്പോൾ എനിക്ക് 2-3 ഹിന്ദി സിനിമകൾ വന്നിരുന്നു. നല്ല അവരിതുപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് വിളിച്ചിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല ഓഡിഷൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മുടെ സിസ്റ്റം എവിടെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിസ്റ്റം എന്തോ ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്റം ഇതാണ്, നിങ്ങൾ എൻ്റെ ഇതുപോലെ സിനിമ. അപ്പോൾ ഞാൻ അതിനങ്ങനെയാണ് എനിക്ക് ചിലപ്പോൾ ഒരു ഈഗോയും കൂടി വർക്കൗട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത് ഡെഫിനറ്റ്ലി. കാരണം അവർ പറഞ്ഞപ്പോൾ അവരുടെ സിസ്റ്റം ആണെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാം എൻ്റെ സിസ്റ്റം എന്നാണ്. ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി ഹിയർ എന്നുള്ള സീനാണ്. പിന്നെ എനിക്ക് നിങ്ങൾ ഇതുവരെ 2 സിനിമകൾ വരെ എടുത്താൽ ആൻഡ് ഐ സ്പീക്ക് ഹിന്ദി. അത് അല്ലാണ്ട് അപ്പോൾ അവസാനം അവർ ഇങ്ങനെ ഈ ഒരു ഹിന്ദിയിൽ സംസാരിച്ചിട്ട് വീഡിയോ എടുത്ത് അയക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് പെങ്ങളുടെ വെച്ചിനൊരു മറ്റേ വീഡിയോ ഇതിൽ എടുത്ത് അയക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയും അത് ഭയങ്കര ഇതുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഹിന്ദിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പറഞ്ഞ സുഹൃത്തെ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമായിട്ട് എടുക്കരുത്, എനിക്കത് ചെയ്യാനോ പറ്റില്ല, ഞാൻ കംഫർട്ടബിളേ അല്ല. അതല്ലാതെ നിങ്ങൾ വന്നാൽ ഇത് ഞാൻ വന്ന് ചെയ്യാം. അതല്ല അങ്ങനെ 2 സിനിമ ഒഴിവായി പോയി. വലിയ ഹിന്ദി പടങ്ങൾ. അതേപോലെ തന്നെ ലാലേട്ടൻ ജോഷി സാറിൻ്റെ ഒരു അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഈ നമ്മൾ പുറത്താണ് ഫസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളും പിന്നെ ഈ പെർമിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതാണ് ബാക്കി. പിന്നെ കാസ്റ്റിങ്. അപ്പോൾ അത് കുറച്ചുകൂടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്കൊന്ന് ഭീമൻ്റെ വഴികൾ കഴിഞ്ഞ് ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ തന്നെ ചിലപ്പോൾ വന്നിട്ടുണ്ടോ? അതോ പകുതി പേർക്ക് ഇപ്പോഴും കത്തിയിട്ടില്ല ഞാൻ മലയാളിയാണെന്ന്. അതാണ് ഇവിടുത്തെ വലിയ കോമഡി. ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഭീമൻ അഭിനയിച്ച ആളല്ലേ അപ്പം ഓക്കെ. അങ്ങനെ പ്രോജക്റ്റ് ഞാൻ ചെയ്തു. ഞാനൊരു തമിഴ് മൂവി ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക്. യോഗി ബാബു സാറായിട്ടൊരു പ്രോജക്റ്റ് ചെയ്തു. പിന്നെ ഇപ്പം മലയാളത്തിലൊരു നല്ല പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു. And then I'm eagerly waiting for അഞ്ചക്കള്ള കോക്കാൻ to come out. യെസ്. അപ്പോൾ വളരെ നല്ല കാസ്റ്റിങ്ങോട് കൂടി വളരെ നല്ലൊരു ത്രില്ലിംഗ് മൂവിയായി മാറട്ടെ. ഈ പേര് പോലെ തന്നെ ഒരു ഡിഫറൻസ് ആൾക്കാരുടെ ഇടയിലും കൊണ്ടുവരാൻ സാധിക്കട്ടെ. ട്രെയിലറിൽ ഓൾറെഡി കൊണ്ടുവന്നു, ഇനി മൂവിയിലും കൊണ്ടുവരാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ഉല്ലാസ് ചെമ്പൻ, ദി ഡയറക്ടർ. ഈസ് നോട്ട് ഹിയർ, അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അതെ. ആൻഡ് ഓൾസോ ചിമ്പോസ്കി. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അടിപൊളി മൂവിയാണ്.